വർഷത്തപ്പുറം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം നാടിന്റെ നാനാദിക്കുകളിലേക്ക് മുസ്ലിങ്ങൾ പ്രബോധന ദൗത്യവുമായി പ്രവേശിക്കുന്നു. അറബികൾ ഇസ്ലാമിക പ്രബോധകരായി കേരള തീരത്തെത്തുന്നത് അന്നത്തെ ഏറ്റവും പ്രസിദ്ധ തുറമുഖമായ മുസ്രിസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ പട്ടണത്തിലാണ്. ആത്മാർത്ഥതയും പരസ്പര സ്നേഹവും സ്വഭാവശുദ്ധിയും സത്യസന്ധതയും പുലർത്തിയ മാലിക് ബിൻ ദീനാറിനെയും സംഘത്തെയും കേരളീയർ ആദരിച്ചു. ഇസ്ലാമിക പ്രബോധകരായ ഇവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനവും മാതൃകാ ജീവിതവും ഏകദൈവ വിശ്വാസവും ലളിതമായ അനുഷ്ഠാനങ്ങളും വൻ സ്വാധീനം ചെലുത്തി. കൊടുങ്ങല്ലൂരിൽ രാജാവിന്റെ അനുമതിയോടുകൂടി ചേരമാൻ മസ്ജിദ് സ്ഥാപിതമായി. കൊല്ലത്തും പഴയങ്ങാടിയിലും ബക്കന്നൂർ, മംഗലാപുരം, കാസർഗോഡ്, ശ്രീകണ്ഠപുരം, ധർമ്മപട്ടണം, പന്തലായിനി, ചാലിയം എന്നിവിടങ്ങളിലും പള്ളികൾ സ്ഥാപിതമായി. കൊച്ചുമക്ക എന്ന് വിശേഷിപ്പിക്കും വിധം പൊന്നാനി ഇസ്ലാമിക പ്രബോധനത്തിന്റെ കേന്ദ്രമായി. മാറിക്കോടാ മാറിക്കോടാ. ഈശ്വര, മാറിക്കോ മാറിക്കോ മാറിക്കോ. വരിക. കേരളത്തിലെ അതിരൂക്ഷമായ തീണ്ടലും തൊടിയിലും നാടുവാഴി തമ്പ്രാക്കളുടെ കീഴാള ചൂഷണവുമെല്ലാം പാവപ്പെട്ട കേരളീയരിൽ സമത്വസുന്ദരമായ ഏകദൈവ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഇസ്ലാമിനോട് മാനസികമായ അടുപ്പമുണ്ടാക്കി. തീരപ്രദേശങ്ങളിലും ദരിദ്രരിലും ദളിതരിലും ഇസ്ലാമിക സന്ദേശം അടിച്ചുവീശി. തമ്പ്രാക്കളെ മുതൽ മുള്ളിനെയും മുരടിനെയും സകല ജീവജാലങ്ങളെയും പേടിച്ച് ജീവിച്ച കീഴാളൻ സർവശക്തനായ ഈശ്വരനെ മാത്രം ഭയപ്പെട്ട് മറ്റുള്ളവർക്ക് മുൻപിൽ ശിരസ്സുയർത്തി നടുനിവർത്തി നിന്നതായിരുന്നു ഇസ്ലാം നടത്തിയ ശ്രദ്ധേയമായ വിപ്ലവം. കുടിച്ചോളാ. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി എന്താടോ തനിക്കൊരു മാറ്റം? തന്റെ തലയെന്താ താഴില്ലെന്നുണ്ടോ അഹങ്കാരി? എന്റെ തല ഞാൻ പടച്ചോന്റെ മുന്നിൽ താവൂലാമ്പ്ര. തമ്പ്ര അത്ര കൂട്ടിയാലും പടച്ചോന്റെ അത്ര ആവൂലാമ്പ്ര. ഞാനൂലും പത്തി വിടർത്തി